ഹലോ, ഇന്ന് നമുക്ക് നെത്തോലി മീൻ കറിയുടെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. പച്ചമാങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു നെത്തോലി മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന്. അതിനായി നെത്തോലി കഴുകിയെടുത്തത്, അതിലിടാനായി മാങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞത്. പച്ചമുളക് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഈ ചേർത്ത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. കപ്പയുടെയോ ചക്കയുടെയോ കൂടെ കഴിക്കുമ്പോൾ നെത്തോലി മീനിനൊപ്പം ഈ പച്ചമുളകും ഇതൊക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഈ അരിഞ്ഞതൊക്കെ നമുക്ക് മീനിൽ ചേർത്ത് കൊടുക്കാം. അരപ്പിനായി കുറച്ച് മുളക്, കുറച്ച് തേങ്ങ, കുറച്ച് പുളി. ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് പുളി ഇട്ടാൽ മതി. ഇതൊന്ന് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതുണ്ടല്ലോ, എനിക്ക് ഈ പൊടി ചേർക്കുന്നതിനേക്കാളും മുളക് ചേർത്തരയ്ക്കുന്നതാണ് ഇഷ്ടം. പക്ഷേങ്കിൽ നമ്മൾ ഈ മുളക് ചേർക്കുമ്പോഴത്തേക്കും നല്ലോണം ഇത് തേങ്ങ അരയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കളർ കിട്ടത്തില്ല. അതുകൊണ്ട് പൊടിയും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ബാക്കി തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം അരയേണ്ട, ഒന്ന് കറക്കിയെടുക്കണം. ഇനി നമുക്ക് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്ത് മീനിൽ ചേർത്ത് ഒക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും അത് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം സിമ്മിൽ തന്നെ ആയിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കി കൊടുക്കാം. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കി കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതേ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചക്കയ്ക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നില്ല. ഇച്ചിരി ഒരു ലൂസായിട്ടാണ് ഞാനിതിപ്പോൾ ഇറക്കാൻ പോകുന്നത്. ഇതേ മീനിപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി താളിച്ചൊഴിക്കണം. ഞാൻ പച്ച വെളിച്ചെണ്ണ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ താളിച്ചാണ് ഒഴിക്കുന്നത്. താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം, ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം, പൊടിയാണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇറക്കുന്നത്. ഇപ്പോൾ നാടൻ രീതിയിൽ നമ്മുടെ നെത്തോലി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.